ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയെന്ന പരാതിയിൽ വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് അധികൃതർ. സംഭവത്തിൽ അന്വേഷണത്തിനായി 4 അംഗ സമിതിയെ നിയോഗിച്ചതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ. സർജറി നടത്തിയത് ഡോക്ടർ ഷാഹിദയെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. അതേസമയം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. രാവിലെ തന്നെ അടിയന്തരമായിട്ട് പ്രിൻസിപ്പലും സൂപ്രണ്ടും RMOയും അടങ്ങുന്ന ഒരു സമിതി ഈ വിവരങ്ങൾ സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും കേസ് ഷീറ്റുകളും മറ്റെല്ലാ രേഖകളും പരിശോധിച്ച് കിട്ടിയ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഗവൺമെൻറ്റിൽ ധരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് ഒരു അന്വേഷണ സമിതിയെ നമ്മൾ രൂപീകരിച്ചു. 4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, ഏതായാലും മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ഈ ശസ്ത്രക്രിയ നടത്തിയത് ഷാഹിദ എന്ന് പറയുന്ന ഡോക്ടറാണ്. നേരത്തെ പുറത്തു വന്നതുപോലെ ലളിതാംബിക എന്ന് പറയുന്ന ഡോക്ടറല്ല. ഏതായാലും നടന്നത് വലിയ ഉണ്ടായത് ഗുരുതരമായ പിഴവാണ്. ഇതിൽ ഇപ്പോൾ 4 അംഗ സമിതി അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകിയ വിശദീകരണം? സിജു സൂചിപ്പിച്ച പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ശസ്ത്രക്രിയ നടത്തിയത് ഷാഹിദ എന്ന് പറയുന്ന ഡോക്ടറാണെങ്കിലും അന്നത്തെ യൂണിറ്റ് ചീഫ് ഡോക്ടർ ലളിതാംബികയാണ്. ലളിതാംബികയ്ക്കാണ് പൂർണ്ണമായിട്ടും അതിന്റെ യൂണിറ്റിന്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിറ്റ് ചീഫിന് തന്നെയാണ്. അന്ന് സർജറി ചെയ്തത് ഷാഹിദ എന്ന് പറയുന്ന ഡോക്ടറാണ് എന്നാണ് പറയുന്നത്. അവരിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. മറ്റു ഡോക്ടർമാർ, അന്ന് യൂണിറ്റിലുണ്ടായിരുന്ന ഡോക്ടർമാരിലേണ്ട കുറച്ചധികം പേർ ഇപ്പോൾ റിട്ടയർ ചെയ്തു പോയി എന്നും പറയുകയുണ്ടായി. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തുന്നു. നേരത്തെ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ 5 വർഷം മുമ്പ് നടന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവസ്ഥകളോ ബുദ്ധിമുട്ടുകളോ പറഞ്ഞ് വീണ്ടും ആശുപത്രിയിൽ വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു മൂത്ര തടസ്സവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയതിന്റെ ഭാഗമായിട്ടാണ് സ്കാൻ ചെയ്യുകയും അതിനുശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വരികയും ചെയ്തു. പക്ഷെ അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് ഇൻഫെക്ഷനും മറ്റും ഉണ്ടായിരുന്നുകൊണ്ട് ഇത് നീക്കം ചെയ്യുന്നതിന് കുറച്ച് ദിവസത്തേക്ക് അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇവരിപ്പോൾ എറണാകുളത്തേക്ക് പോയിരിക്കുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ചികിത്സ തേടി പോയിരിക്കുന്നത്. എന്തായാലും ഈ കേസിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ള CPM ജില്ലാ സെക്രട്ടറിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ MLA സമഗ്രമായ അന്വേഷണം വേണം, വിദഗ്ധരെ വെച്ച് അന്വേഷിക്കണം. ഇത് കുറ്റക്കാരായാലും അവർക്കൊരു കർശന നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം മുന്നിട്ട് വെച്ചിട്ട് ഇങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നുള്ളവരൊക്കെ തന്നെ ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സൂപ്രണ്ടും ഒക്കെ ചേർന്നിട്ട് വാർത്താ സമ്മേളനം നടത്തിയത്. ഏതാണ്ട് 1 മണിക്കൂറിൽ തന്നെ ഇതിന്റെ സമഗ്രമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് 4 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിനും അതോടൊപ്പം തന്നെ സർക്കാരിനും സമർപ്പിക്കും. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയുടെ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്.